അടുത്തതായിട്ടൊരു വൺ മൻ ഷോ ആണ്. വൺ മൻ ഷോയുമായിട്ട് വേദിയിലേക്ക് എത്തുന്നു സന്തോഷ് കലഞ്ഞൂർ. സന്തോഷ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ ഒറിജിനൽ രൂപത്തിൽ വല്ലപ്പോഴേ കാണാറുള്ളൂ. ക്യാരക്ടറായിട്ടാണ് കൂടുതലും കാണാറുള്ളത്. മുണ്ടൊക്കെ മടക്കി കുത്തി ആ ഒരു കയ്യിൽ കൊടുത്ത രൂപമാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരാം. അതെ, ഇവിടെ വന്നപ്പോ കയ്യിൽ കൊടുക്കാൻ സമ്മതിച്ചില്ല, പാൻറ്റിടാൻ പറഞ്ഞത്. അതുകൊണ്ട് മാത്രമല്ല സെഗ്മെന്റും വേറെയാണല്ലോ. അപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? ചെയ്യാൻ പോകുന്നത് നമ്മുടെ മലയാള സിനിമയിലെ കാക്ക തൂറി എന്ന ഒറ്റ ഡയലോഗ് കൊണ്ട് മലയാളി മനസ്സിലേക്ക് ഇടം നേടിയ ആ വലിയ ആൾ അറിയാലോ, ജഗദീഷ് ചേട്ടൻ. അപ്പൊ ജഗദീഷ് ചേട്ടന്റെ പഴയ ആദ്യകാലത്തെ ആ ഒരു ശബ്ദം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. എന്റെ കാര്യം കുട്ടിക്ക് അറിയില്ലല്ലോ. കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന അമ്മ, പുര നിറഞ്ഞു നിൽക്കുന്ന അച്ഛൻ, വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന 4 സഹോദരിമാർ, ഇവർക്കെല്ലാം കൂടി എന്റെ തുച്ഛമായ ശമ്പളം കൊണ്ട് വേണം കഴിയാൻ. ഇതിലുള്ള ദുഃഖം കൊണ്ട് പറഞ്ഞതല്ല, സന്തോഷം കൊണ്ട് പറഞ്ഞതാ. പക്ക, ഒന്നും കുറയ്ക്കാനും ഇല്ല, ഒന്നും കൂട്ടാനും ഇല്ല. പെർഫെക്റ്റ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം വേറൊരു ചാനലില് വേറൊരു കോമഡി ഷോയുടെ ജഡ്ജാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു പൊതുവേദിയിൽ വിളിച്ചാൽ അദ്ദേഹം ഈ സംസാരിച്ച് ഇങ്ങനെ തുടങ്ങി കഴിയുമ്പോൾ ആവേശം മൂത്ത് എവിടെങ്കിലുമൊക്കെ പോയി ഇടിച്ചു കയറി കളയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭാഷണമാണ് പുള്ളിയുടെ. അപ്പോൾ അദ്ദേഹത്തിനെ നമ്മളൊരു പൊതുവേദിയിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ആ ഒരു ശബ്ദ വ്യത്യാസം. കാര്യം ഞാൻ ഈ കോമഡി മസാലയിലേക്കാണ് വന്നതെങ്കിലും എനിക്ക് പറയാനുള്ളത് പഴയ ആശാൻ പള്ളിക്കൂടത്തെ കുറിച്ചാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തോട് പഴയ ആശാൻ പള്ളിക്കൂടങ്ങൾ യോജിച്ചു പോകും എന്നുള്ള അഭിപ്രായം എനിക്കില്ല. എങ്കിലും ഇത്തരം ആശാൻ പള്ളിക്കൂടങ്ങൾ നമ്മളുടെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ പാടെ വിസ്മരിച്ചുകൊണ്ട് അവ പൊളിച്ച് കളയുന്നതിനോട് എനിക്ക് കടുത്ത വിയോജിപ്പാണ് രേഖപ്പെടുത്താനുള്ളത്. സംസാരിച്ച് കയറിയപ്പോ കൈവിട്ടു പോയി. അടിപൊളി. അപ്പോ ഇനിയിപ്പോ ജഗദീഷേട്ടനെ പ്രസിദ്ധിക്ക് നമുക്ക് മലയാളത്തിലൊരു നടിയുടെ ശബ്ദം കേൾക്കാം. നമ്മുടെ നന്ദനം എന്ന ചിത്രത്തിലൂടെ നമുക്കേറെ സുപരിചിതയായ ബാലാമണി. നവ്യ നായർ. ഒരു പാഴ്മോഹം ഈ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാൻ ഓടി കോമഡി മസാലയിലേക്കാണ് വന്നത്. എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ സ്റ്റാർ ചെയ്യിപ്പിച്ചത്? ഈ കണ്ണീര് കാണാനോ ആണോ? എന്നും കിടാണ്ട് ഈ മുഖം ഇങ്ങനെ തിരിച്ചു തന്നതല്ലേ. എന്നെ ഇരട്ടിലാക്കിയിട്ടും വെളിച്ചത്ത് നിന്ന് ചിരിക്കണ്ട. ചേട്ടാ, ഞാൻ പറഞ്ഞു, ഞാനേ പറഞ്ഞുള്ളൂ, എനിക്ക് പറയാൻ പറ്റിയുള്ളൂ. മാത്രമേ ശബ്ദം. അടിപൊളി. ഇതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലെ മറ്റൊരു താരമാണ് നമ്മുടെ മുകേഷ് ഏട്ടൻ. അപ്പൊ മുകേഷ് ഏട്ടൻ ഇവിടെ വന്നാൽ നമ്മൾ സഹിതമായിട്ട് സംസാരിച്ചാൽ ഉണ്ടാവും. വന്ന് നോക്കാം. എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? ആണോ? ആണെങ്കിൽ ആണെന്ന് പറയടേ. ആണല്ലേ? അളിയൻ ഇപ്പോഴും ആ പറ്റ പരിപാടിയൊക്കെ ഉണ്ടോടെ? കാണാനും നല്ല ഗ്ലാമർ ഉണ്ട്. ചുമന്ന ഷർട്ടേ, നമ്മുടെ പഴയ കൂട്ടാൻ മായൻകുട്ടിയൊക്കെ അറിയാവൂടെ? അറിയില്ലേ? എന്തോന്നടേ ഇവൻ? ഓക്കെ, അപ്പൊ ഇതുപോലെ നമ്മുടെ മുകേഷ് ഏട്ടൻ്റെ വളരെ സെന്റിയായിട്ട് ഉള്ളൊരു ഡയലോഗാണ് നമ്മുടെ റാംജിറോ സ്പീക്കിംഗ് എന്ന സിനിമയിൽ. അപ്പം അത് ഈ സെന്റി അധികം മിമിക്രിക്കാർ എടുത്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം ആ ഒരു സീൻ ഒന്ന് നോക്കാം. ബാലകൃഷ്ണ, ആ കാറിലിരിക്കുന്നത് എൻ്റെ അമ്മ തന്നെയാടാ. കഴിഞ്ഞ 1.5 കൊല്ലമായി ഞാൻ എൻ്റെ അമ്മയെ കണ്ണീച്ചോരയില്ലാതെ പറ്റിക്കുക. മകന് കൽക്കട്ടയിൽ വലിയ കമ്പനിയിൽ ജോലി, മാസം പണം അയക്കുന്നു, വിമാനത്തിൽ വരുന്നു, അമ്മയ്ക്ക് വേണ്ടി വലിയ ബംഗ്ലാവ് പണിയുന്നു. പിന്നെ ഞാൻ എന്ത് പറയണം മത്തായിച്ച? എനിക്ക് ജോലിയില്ലെന്ന് പറയണോ? 3 നേരം പട്ടിണിയാണെന്ന് പറയണോ? ബാലകൃഷ്ണ, ഇന്ന് എൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് എല്ലാ സത്യങ്ങളും നീ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഹൃദ്രോഗിയായി എൻ്റെ അമ്മ പിടഞ്ഞു മരിച്ചേനെ. നന്ദിയുണ്ട് ബാലകൃഷ്ണ, നന്ദിയുണ്ട്. അല്ലെങ്കിൽ തന്നെ സന്തോഷ് ചേട്ടൻ മുകേഷ് ചേട്ടന്റെ കാര്യത്തിലുള്ള സ്പെഷ്യലിസ്റ്റ് ആണല്ലോ അല്ലേ? അതെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പത്തനാപുരത്തിന്റെ പ്രിയപ്പെട്ട MLA-യും സിനിമാ നടനും ഒക്കെ ആയ ഗണേശ് ചേട്ടൻ. ബാസുര ചേച്ചി, ഉണ്ണിത്താൻ ചേട്ടൻ വല്ലതും പറഞ്ഞോ? ഉണ്ണിത്താൻ ചേട്ടൻ വല്ലതും പറഞ്ഞോ? ഇന്നലെ മാടമ്പള്ളി മേടെ വെച്ചൊന്ന് ബോറടിച്ചതാ. ബോറടി ഉണ്ടെങ്കിൽ കോമഡി മസാല കാണാൻ 1000 പ്രാവശ്യം പറഞ്ഞതാ, കേട്ടില്ല. കുഴപ്പമൊന്നുമില്ല, വീണ്ടും കാണിച്ചു. ഇപ്പൊ സ്ട്രോങ്. അടിപൊളി, സൂപ്പർ. ഇനി അവസാനമായിട്ട് നമ്മുടെ മലയാളത്തിന്റെ പ്രിയങ്കരിയായ നടി കാവ്യ മാധവൻ. ഓക്കെ. എന്തോരാൾക്കാരാ ഇവിടെ
നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ആരൊക്കെയാ ഇരിക്കണത്? നെൽസൺ ചേട്ടൻ, സുധി ചേട്ടൻ, സത്യം പറഞ്ഞ ഗ്ലാമറാണ് കേട്ടാ. പിന്നെ എൻ്റെ അടുത്ത് നിൽക്കണ അവതാരിക ഒരു രക്ഷയില്ല കേട്ടാ. ഞാനൊക്കെ വെറും വേസ്റ്റ് പോലായി പോവും. എന്തൊക്കെ ആയാലും കോമഡി മസാല എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഒരുപാട് എപ്പിസോഡുകൾ പോട്ടെ. എൻ്റെ എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. പൊളിച്ചടുക്കി. താങ്ക് യു. അഭിപ്രായം ഇനി കേൾക്കേണ്ട കാര്യമുണ്ടോ? എന്നാലും പുള്ളിക്കൊരു സന്തോഷത്തിന് അഭിപ്രായം അല്ല, അത് കോൺഫിഡൻസ് തീർച്ചയായിട്ടും നല്ലതാണ് അല്ലേ? അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. വർഷങ്ങളായിട്ട് കാണുന്ന ആർട്ടിസ്റ്റ് അല്ലേ മുകേഷ് ചേട്ടന്റെ മെയിൻ ഒന്നുമില്ല ഇനി ഒന്നും പറയാനില്ല. സൂപ്പറായിരുന്നു. അടിപൊളി സന്തോഷം. എല്ലാം പെർഫെക്റ്റ് പക്കാ. ഈ കോമഡി മസാലയുടെ ഈ ഫ്ലോറിൽ വന്നിട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് താങ്ക്സ്. താങ്ക് യു. തകർത്തു, അടിച്ചു പൊളിച്ചു എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ അഭിപ്രായം നേരത്തെ അറിയാം. സന്തോഷം. അതെ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അഭിപ്രായം അറിയേണ്ട കാര്യമുണ്ടോ. അടിപൊളി, വന്നതിൽ സന്തോഷം. താങ്ക് യു. അപ്പൊ നല്ലൊരു കൈയടി കൂടെ. താങ്ക് യു കേട്ടോ. നമ്മള് അടുത്ത ഒരു ഗെയിമിലേക്ക് പോവാണ്. ഗെയിം സോണിലാണ് നിൽക്കുന്നത്. മനസ്സിലായോ? താങ്കൾക്ക് മനസ്സിലായോ? കറക്റ്റ്. അപ്പൊ നമുക്ക് ഓഡിയൻസ് ഇന്ന് രണ്ടുപേരെ വേണം. സ്മാർട്ട് ആയിട്ടുള്ള രണ്ടുപേരും ഓടി വരൂ. നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. ചേച്ചി പേരെന്താണ്? എൻ്റെ പേര് ഷീബ എന്നാണ്. ഷീബ എന്ത് ചെയ്യുന്നു? ഞാൻ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ. ആൻഡ് ഇവിടെ ഒരാളുണ്ട്. ചേച്ചി ജയ. ഷീബ ആൻഡ് ജയ എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണ്. ശരി. ഈ കൂട്ടത്തിൽ ആരാ പാട്ട് പാടുന്നേ? ശിവ ചേച്ചി പാട്ട് പാടും ഇല്ലേ? ചെറുതായിട്ട് മൈക്കുള്ളതുകൊണ്ട് വലുതായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. കുഴപ്പമില്ല, പാടിക്കോളൂ ചേച്ചി. കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ നിഴലായി അലസമലസമായി അരികിലൊഴുകി ഞാൻ ഇളം പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ. ചേച്ചി സൂപ്പർ ആയിട്ട് പാടി. ഒരേ ഒരു കാര്യം, ചേച്ചിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ വേറൊന്നുമല്ല, ഈ മൈക്ക് പോകും. അതെന്താ സംഭവം എന്നുള്ളത് എനിക്കറിയില്ല. അതെ, മറ്റേ കൈ കൊണ്ട് പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ടെൻഷനായി. പാട്ടാണ് ഞാൻ എന്താ ചെയ്യേണ്ടത്. പക്ഷെ നന്നായിട്ട് പാടി ചേച്ചി. നല്ല ശബ്ദമാണ്. പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടും അങ്ങനെ വേദികളിൽ പാടാത്തതുകൊണ്ടുള്ളൊരു ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ചേച്ചി നന്നായിട്ട് പാടുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ പരിപാടി ഇതൊന്നുമല്ല, വിറയ്ക്കാൻ പാടില്ലാത്തൊരു പരിപാടിയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെ, വിറച്ചാ തോറ്റു. അപ്പോൾ സംഭവം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താണ് ഗെയിം എന്നുള്ളത്. സൂചിയിൽ നൂല് കോർക്കുക നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്നാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് വേണ്ട ജയചേച്ചിക്ക് എളുപ്പമാണ്. ജയചേച്ചി കണ്ണാടി വെച്ചോണ്ടാ വന്നിരിക്കുന്നത്. കണ്ണാടി വെച്ചപ്പോഴേ എൻ്റെ പ്രതീക്ഷ പോയി. അപ്പൊ നമ്മുടെ ഗെയിം ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു റോള് നൂല് വെച്ചിട്ടുണ്ട്. നമ്മൾ സൂചി നൂലിൽ കോർക്കുക എന്ന് പറയാം, അല്ലെങ്കിൽ നൂലിൽ സൂചി കോർക്കുക എന്നും പറയാം നെൽസൺ ചേട്ടൻ്റെ ഭാഷയിൽ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു നൂലിലേക്ക് മാക്സിമം സൂചികൾ കോർത്ത് ഒരു സൂചി മാല ഉണ്ടാക്കുക. ഏറ്റവും കൂടുതൽ സൂചി ആര് കോർക്കുന്നോ അവരായിരിക്കും വിന്നർ. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഗെയിമാണ്. സൂചി ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് കോർക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ സൂചി കോർക്കുന്ന ആളായിരിക്കും വിൻ ചെയ്യുക. ശരി, റെഡി? 1 2 3 സ്റ്റാർട്ട്. നൂലെടുത്ത് കയ്യിൽ വെച്ചോ. നൂലെടുത്ത് കയ്യിൽ വെച്ച് നിങ്ങൾ നിവർന്ന് നിന്നോളൂ.
എവിടെ അത് കടിച്ച് അതിന്റെ ഒരു നൂല് പോലെ എന്തോ പുറത്തോട്ട് കിടപ്പുണ്ട്. ആ നൂലിന്ന് പിന്നെ നൂല് പോലെ അല്ലാതെ എന്താ പുറത്തോട്ട് കിടക്കുന്നത്? നൂലിന്ന് അല്ലെ നെൽസൺ നിന്റെ കണ്ണാടി കൊടുത്തു നോക്കടാ, ചിലപ്പോ അത് കറക്റ്റായിട്ട് മനസ്സിലാവും. ആ എടുത്തോ. അത്രേ ഉള്ളൂ കാര്യം. ഒന്ന് ശ്രദ്ധിക്കാത്തതിന്റെ കുഴപ്പമാണ്. സ്റ്റാർട്ടിംഗ് ഡബിൾ മാത്രമല്ല ഇനി അങ്ങ് കൂട്ടി കൊടുക്കും. കൊടുത്തോ ഇപ്പൊ ഓക്കെ ആയി. പിടികിട്ടി, സംഭവം പിടികിട്ടി. എടുത്ത് വെക്കണ്ട പതുക്കെ മതി. കേറിയിട്ടില്ല, അത് വേറെ ഏതോ വാക്കെടുത്ത് പോയിക്കോ. അത് കടിച്ചു കട. എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഇപ്പോൾ. സമാധാനമായിട്ട്. സമയം കഴിഞ്ഞില്ലേന്ന്. വെരി ഗുഡ് വെരി ഗുഡ്. ശിവ ചേച്ചിയാണ് സ്കോർ ചെയ്യുന്നത്. നിങ്ങളുടെ നൂലിന്റെ അറ്റം ഇവിടെ കയ്യിലുണ്ടോ? ജയ ചേച്ചിക്ക് ഇടയ്ക്കൊന്ന് ടെക്നിക്ക് പിടികിട്ടിയതായിരുന്നു, പിന്നെ അത് കാണാതെ പോയി. ഈ സൂചിക്ക് കിഴുത്തില്ലെന്നൊക്കെ പറയണേ. സൂചിക്ക് കിഴുത്തില്ല എന്നുള്ളതാണ് പരാതി കേട്ടോ. നെൽസൺ ചേട്ടന്റെ ടീമിന് 4 സൂചിയാണ് അവർ കോർത്തിട്ടുള്ളത്. ഓക്കെ 1 2. ഇത് തല തിരിച്ചൊക്കെ കോർത്ത് വെച്ചിരിക്കണേ. സുധിച്ചേട്ടൻ വലിച്ച് നശിപ്പിച്ച 3 4 5 6 7 8 9 10 കോർത്തിട്ടുണ്ട്. 4-10 എന്നുള്ള സ്കോറിലാണ് നിൽക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ശിവ ചേച്ചി തന്നെയാണ് വിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ശിവ ചേച്ചിക്ക് നമ്മുടെ വക ഒരു സ്നേഹോപഹാരം. എത്തിയല്ല, കറക്റ്റ് ടൈമിൽ എത്തിയ ആള്. ആരത്? അത് നമ്മളെ വെടിക്കെട്ട് വേലായുധൻ. നമ്മുടെ ഈ 100ാമത്തെ എപ്പിസോഡ് വരെയല്ലേ നമ്മുടെ കോമഡി മസാല. അപ്പൊ അതൊന്ന് കുറച്ചൊന്ന് കൊഴിപ്പിക്കാനായിട്ട് സംഭവമൊക്കെ ഒന്ന് ഇച്ചിരി അടിപൊളിയാക്കാൻ വേണ്ടി നമ്മൾ വിളിച്ചാണ്. ഭയങ്കര പ്രശസ്തനാണ് കേട്ടോ, ഭയങ്കര സംഭവമാണ് വെടിക്കെട്ട് വേലായുധൻ. പിന്നെ അളിയ അടിപൊളി ആയിരിക്കണം കേട്ടോ, സൂപ്പർ ആയിരിക്കണേ. അല്ല സാറേ, നിങ്ങൾ വിളിച്ച കാര്യം ശരിയാണ്. അല്ല കൂടുതൽ പരിക്കൊന്നും വേണ്ട കേട്ടോ, അതെനിക്കറിയാം. പണി എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം. അപ്പൊ ആദ്യത്തെ വെടി എനിക്ക് തന്നെ. അപ്പം അല്ലാതെ നമ്മള് ഒരു പണി ചെയ്യാൻ ഇറങ്ങിയാൽ ആ പണി നന്നാക്കണം എന്നുള്ളത് പണിക്കാരൻ അറിയത്തില്ലേ? നമ്മുടെ ഉത്തരവാദിത്തം അത് സാറിന്റെ സപ്പോർട്ടൊന്നും വേണ്ട. അതിന് സാറിന്റെ സപ്പോർട്ട് വേണ്ടാന്നേ, അത് ഞങ്ങൾക്കറിയാം ചെയ്യാൻ. സപ്പോർട്ട് പറയാൻ വന്നിട്ട് ഇതെനിക്കറിയത്തില്ല. അല്ല ഞാൻ പറയട്ടെ, ഇയാള് ശരിയാവും തോന്നണോ? വന്ന് കേറി ഉടക്കാണ്. ഇങ്ങനെയുള്ള ആളാണ് ഇയാളെയാണോ? പടക്കത്തിന്റെ പണിയല്ലേ എനിക്ക്. ഞാൻ പൊട്ടിത്തെറിക്കുന്നതിന് എന്താണ് തെറ്റ്? അതെന്റെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നത്. ഞാൻ നോർമലി സംസാരിക്കുന്ന, ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതല്ല അത്. അത് അദ്ദേഹം അങ്ങനെ നിസ്സാരനൊന്നുമല്ല കേട്ടോ. അതാണ് സ്വന്തം ഭാര്യയെ ആദ്യമായിട്ട് വെടിക്കെട്ട് ഫീൽഡൊക്കെ ഇറക്കിയ മനുഷ്യനാണ്. കേരളത്തിൽ ആരും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. സത്യമാണ്. എന്റെ ഭാര്യയെ ഞാൻ വെടിക്കെട്ട് ഫീൽഡ് ഇറക്കി. പക്ഷേ ഇപ്പൊ ഞാൻ നിർത്തി, ആ പരിപാടി നിർത്തി. എന്താണ്? ഞാൻ വെടിക്കെട്ട് ജോലിയാണല്ലോ എനിക്ക്. അപ്പൊ ഞാൻ ഈ പണിക്ക് പോകുന്നതുകൊണ്ട് തന്നെ എല്ലാരും വെടിക്കെട്ട് വേലായുധമാണ് വിളിക്കുന്നത്. ഇവിടെ ഞാൻ ഈ ഫീൽഡിൽ ഇറക്കിയപ്പോഴത്തേക്ക് ചില ആൾക്കാർ വെടിക്കെട്ട് ശാന്തേ എന്ന് ഞാൻ അതങ്ങ് നിർത്തി. തന്നെയല്ല, ഇവിടെ നമുക്ക് പണിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവളെ കൊണ്ടുപോകുന്നിടത്തെല്ലാം എന്റെ പ്രോഗ്രാം ചീറ്റുകയാണ്. ചീറ്റുകയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കമ്പം നടത്തുകയാണ്. ഇവിടെ അതിന്റെ കീഴിൽ വന്നിട്ടുണ്ട് കലവില കുടുംബത്തിലെ പെണ്ണുങ്ങൾ കിടന്ന് അലയ്ക്കുന്ന പോലെ കിടന്ന് അലയ്ക്കും. അപ്പൊ കമ്പത്തിന്റെ ശബ്ദം കേൾക്കാം, ഇവിടെ സൗണ്ട് കൊണ്ട് ഈ കമ്പത്തിന്റെ ശബ്ദം കേൾക്കത്തില്ല. അങ്ങനെ അവളെ ഇപ്പൊ കൊണ്ടുപോകത്തില്ല, പരിപാടിക്ക് കൊണ്ടുപോകുന്നില്ല. ഇപ്പൊ അവള് പിണങ്ങി വീട്ടിൽ പോയേക്കാണ്. വീട്ടിൽ പോയാ? അവള് പിണങ്ങി അങ്ങ് വീട്ടിൽ പോയി. ഞാൻ ഇവിടെ പേരിൽ ഒരു ഗുണ്ടിറക്കി. ഏത് ഗുണ്ട്? ഗുണ്ട് ശാന്ത. അല്ല, നിങ്ങൾ ഒരു കാര്യം അങ്ങനെ നിങ്ങളെ വൈഫിനെ അങ്ങനെ കുറ്റം പറയരുത്. നിങ്ങളെ വൈഫ് തന്നെ നിങ്ങളുടെ മകനെ നൊന്ത് പ്രസവിച്ച ഒരു സ്ത്രീയാണ്. ആര് പറഞ്ഞാ നൊന്ത് പ്രസവിച്ചെന്ന്? നൊന്ത് പ്രസവിച്ചല്ല. പിന്നെ
അവൾക്ക് സുഖപ്രസവമായിരുന്നെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ, നൊന്ത് പ്രസവിച്ചിട്ടില്ല, സുഖപ്രസവം. മോനിപ്പ എന്ത് ചെയ്യുന്നു? മോന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്നെ പോലെ തന്നെയാണ് അവൻ. വെടിക്കെട്ടുകാരനാണോ? എന്നെ പോലെ തന്നെയാണ്. പോലെ തന്നെ. വെടിക്കെട്ടുകാരനാ? വെടിക്കെട്ടല്ല, ഈ കഴിഞ്ഞ 10ാം ക്ലാസ്സിന്റെ പരീക്ഷയിൽ 8 നില പൊട്ടി. ഞാൻ 6 നില വരെ പൊട്ടിക്കാറുള്ളൂ, ഇവൻ 8 നിലയും പൊട്ടിച്ചു. അപ്പൊ വീട്ടിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ? ആ, അച്ഛൻ മാത്രമേ ഉള്ളൂ ഇപ്പം. കഴിഞ്ഞ ദിവസമാണ് അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നത്. അതെന്താ? എന്റെ നെൽസൺ സാറേ മെനകെട്ട പരിപാടികളായിരുന്നു കാണിക്കുന്നത്. അതെന്ത്? നിങ്ങൾ കേൾക്കണം. കഴിഞ്ഞ ദിവസം കരിമരുന്നെടുത്ത് ഉമിക്കരിയാന്നും പറഞ്ഞ് പല്ല് തേച്ചു, എന്നിട്ട് വാ കഴുകാതെ പോയി ബീഡി വലിച്ചു. പിന്നെ പറയേണ്ട കാര്യമുണ്ട്? ഇല്ല 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 ഇല്ല. അച്ഛൻ ഇപ്പൊ 16 വായാണ്. 16 വാ. എന്നാലും ഇങ്ങനെ വീടി വലി നിർത്തി കാണുമല്ലോ. എവിടെ വീടി വലി നിർത്തിയെന്ന് അങ്ങോട്ടൊന്ന് വന്ന് നോക്കണം. നമ്മൾ ഈ പുട്ടുകടയിൽ പോകാറില്ലേ, പുട്ടുകടയിൽ സ്പെഷ്യൽ, അവിടെ ഒരുപാട് കുറ്റികളുണ്ടല്ലോ, പുട്ടുകുറ്റി. അതിന് എവിടുന്നൊക്കെയാണ് ആവി വരുന്നത് പറയുന്നത്. അച്ഛന്റെ തലയുടെ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വീടിയുടെ പുക വരുന്നതെന്ന് പറയാൻ പറ്റും. അതുപോലെ ഒരു വർണ്ണമനോഹരമായ കാഴ്ച കാണാൻ പറ്റും. വീട്ടിലോട്ടൊന്ന് വരണം. പിന്നെ ഇവിടെ നമ്മുടെ ഈ നമ്മുടെ 100ാമത്തെ എപ്പിസോഡിൽ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല? വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വേണം. വേറെ വെറൈറ്റി ഉണ്ടല്ലോ. എന്താണ് വെറൈറ്റി സംഭവങ്ങളില്ലാതെ നമുക്ക് ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. വെറൈറ്റി സംഭവങ്ങൾ, കുറെ രാഷ്ട്രീയ ഗുണ്ടുകളുണ്ട്. രാഷ്ട്രീയ ഗുണ്ടുകളുണ്ട്. അതായത് CM ഗുണ്ട്, PM ഗുണ്ട്. PM എന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്റർ ഗുണ്ട്. പിന്നെ തിരുവഞ്ചൂർ ഗുണ്ട്. CM ഗുണ്ട് എന്താണ്? CM ഗുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗുണ്ട് കത്തിച്ചു കഴിഞ്ഞാൽ അത് എന്ന് ഊരിപ്പിടിച്ച കത്തിയുടെ ഇടയിൽ കിടന്നേ പൊട്ടത്തുള്ളൂ, അത്രേ ഉള്ളൂ. പ്രൈം മിനിസ്റ്റർ ഗുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രാജ്യത്ത് നിന്ന് കത്തിച്ചാൽ അത് ഏത് ഭൂഖണ്ഡത്തിലാണ് പോയി പൊട്ടുന്നത് ആർക്കും പറയാൻ പറ്റില്ല. തിരുവഞ്ചൂർ ഗുണ്ടാണ് നല്ല ഗുണ്ട്. സത്യം, അതാണ് രസം. നമ്മളിപ്പോ തിരുവഞ്ചൂർ ഗുണ്ട് വെച്ച് കത്തിച്ചു പറഞ്ഞിങ്ങനെ പറഞ്ഞ് പോയിട്ട് മേളിൽ ചെന്നിട്ട് പ്ലേ എന്നും പറഞ്ഞു പൊട്ടും. സാധാരണ വെടി എന്നും പറഞ്ഞ് പൊട്ടാനാണ് മേളോട്ട് പോയത്. അവിടെ ചെല്ലുമ്പോ ഇത് മറന്നുപോകും, തെറ്റിപ്പോവും. തെറ്റിപ്പോയിട്ട് പ്ലേ എന്നും പറഞ്ഞാ പൊട്ടുന്നത്. വെറൈറ്റി ഉണ്ട്. ഞാൻ കണ്ടുപിടിച്ച ഒരു ഗുണ്ടാണത്. ഇതിപ്പം ഞാനിപ്പോ ഈ ഗുണ്ട് കത്തിച്ച് വിടുകയാണെന്ന് വിചാരിക്കുക. ഇത് മേളിൽ ചെന്നിട്ട് ഞാൻ കടം കൊടുക്കാനുള്ള ആൾക്കാരുടെ പേര് മൊത്തം ആകാശത്ത് എഴുതി കാണിക്കും. പക്ഷെ നെൽസൺ ഇത് പൊട്ടിക്കണ്ട കേട്ടാ. ഇത് മേളിൽ ചെന്ന് കഴിഞ്ഞാല് താങ്കൾ കൊടുക്കാനുള്ളവരുടെ ആകാശവും കവിഞ്ഞിട്ട് ഓസോൺ പാളികൾ പോലും തികയാതെ അതുപോലെ കടം മേടിച്ചിട്ടേക്കല്ലേ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താണ് ചോദിച്ചോളൂ. പടക്കം പൊട്ടിക്കുമ്പോ ഈ ചൈന പടക്കങ്ങൾ മേലിലോട്ട് പോകുമ്പോ ഇതിനകത്ത് ചിലതിനകത്ത് ഈ കൊടകൾ ഉണ്ടാവുമല്ലോ, കൊടകള് കൊട വിരിയാറുണ്ടല്ലോ, അതൊരു മുൻകരുതൽ. എന്താണ്? ഒരു വഴിക്ക് പോകല്ലേ, മഴ വെള്ളം വന്നാൽ രക്ഷപ്പെടാമെന്നുള്ള ഒരു കരുതൽ. വീട്ടിൽ നിന്നാണല്ലോ. ഹലോ, എന്താണ്? ഹലോ, അയ്യോ അയ്യോ, എപ്പോഴായിരുന്നു എന്റെ ദൈവം. ഇല്ലല്ല, അച്ഛൻ മരിച്ചാൽ എന്റെ വീടിന് തീ പിടിച്ചു. എന്റെ വീടിന് അതിനോട് ചേർന്നിരിക്കുന്ന പടക്കക്കടയ്ക്കും തീ പിടിച്ചു. ഒരു പുളിയമ്മാവും പ്ലാവും എല്ലാം നിന്ന് കത്തുകയാണെന്ന്. അത് കുഴപ്പമില്ല, നിങ്ങൾ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. പിന്നെ ഇത്രയും സാധനം കത്തി നശിച്ചിട്ട് ഞാൻ വിഷമിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് മനുഷ്യ? അത് ശരിയാണ്, എന്നാലും പരിഹാരം ഉണ്ടാക്കാം നമുക്ക്. എന്താ പരിഹാരം? ഒരു പരിഹാരവും ഇല്ല. അതൊരു പച്ച പുളിമരം, നല്ല ഈ വണ്ണമുള്ള അത് നിന്ന് കത്തിയെന്ന്. എനിക്കതല്ല വിഷമം. വീട് കത്തി, പടക്കപ്പര കത്തി, ഈ പുളിമരം നിന്ന് കത്തി, നിന്ന് കത്തി. എന്നിട്ട് എന്റെ പടക്കത്തിന് ഒരു കേടും സംഭവിച്ചില്ലെന്ന്. നല്ല ബെസ്റ്റ് പടക്കം, മെച്ചമുള്ള പടക്കം അല്ലേ? അപ്പം വിളിക്കാം. എന്തിന്? 100ാമത്തെ എപ്പിസോഡ്. ഞാൻ പറഞ്ഞു മറന്നുപോയി. ഈ 100ാമത്തെ എപ്പിസോഡ് എന്നാണ്? അത് ഡേറ്റ് അറിയിക്കാം. കുറച്ച് സമയം തരണം സാധനം ഉണ്ടാക്കണമെങ്കിൽ. ഓ, എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ അറിയിക്കാം. എന്നാണിത്? അത് അറിയിക്കാം. എന്റെ നമ്പർ ഉണ്ടോ കയ്യിൽ? നമ്പർ ഞാൻ എടുത്തോളാം. ഓക്കെ. അപ്പം ഒന്ന് പറഞ്ഞാൽ മതി, അറിയിക്കാം. പിന്നെ എന്നെ കിട്ടിയില്ലെങ്കിൽ ഒന്നും വിചാരിക്കരുത്, ഞാൻ ശിവകാശി വരെ ഒന്ന് പോകും.
ഇവിടുത്തെ 100ാമത്തെ എപ്പിസോഡിന് പടക്കം വേണ്ടേ? ആ കുറച്ച് ബൾക്കായിട്ട് സാധനം ആ ഇറക്കണം. ബൾക്കായിട്ട് എടുക്കാം അപ്പൊ ശരി, അത് അറിയിച്ചാൽ മതി കേട്ടോ. ഓക്കെ 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 ഓക്കെ. നിങ്ങൾ വ്യത്യസ്തമായ ഒരു കലാപ്രകടനം നടത്തുന്ന ആളാണോ, അല്ലെങ്കിൽ അത്തരം ഒരാളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ബന്ധപ്പെടാം. കോമഡി മസാലയുടെ ഈ ഫ്ലോറിലേക്ക് നിങ്ങൾക്കും എത്തിച്ചേരാം. അതിന് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതിന് താഴെ ഇപ്പോൾ എഴുതി കാണിക്കുന്ന ആ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. കോമഡി മസാലയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ ചിരിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു എപ്പിസോഡിൽ. ബൈ. ഇളക് ഇളകിളക് ഇളക് നാഗേ ഇളക് ഇളകെന്റെ മണിശീലേ മണിനാഗേ കരിനാഗേ സംഘ് നാഗേ പാതാള കരിനാഗേ കരുത്തറിയാ അടിയാലേ വായും നാഗേ അടിയിളകേ മുടിയാലേ പായും നാഗേ മുടിയിളകേ മുമ്പിൽ കയ്യും കൂപ്പി മുടിയുയർത്തി മുമ്പിൽ കയ്യും കൂപ്പി മുടിയുയർത്തി ഇളകിളകിളകിളകിളകിളകുനാഗേ ഇളകിളകിളകിളകിളകിള മാട്ടിസീലേ ഇളകിളകിളകിളകിളകിളകുനാഗേ ഇളകിളകിളകിളകിളകിള മാട്ടിസീലേ ഇളകിളകിളകിളകിളകിളകുനാഗേ ഇളകിളകിളകിളകിളകിള മാട്ടിസീലേ ഇളകിളകിളകിളകിളകിളകുനാഗേ ഇളകിളകിളകിളകിളകിള മാടിസീലേ ഇളകിളകിളകിളകിളകിളകിളകുനാഗേ ഇളകിളകിളകിളകിളകിള മാടിസീലേ ഇളകിളകിളകിളകിളകിളകിളകുനാഗേ ഇളകിളകിളകിളകിളകിള മാടിസീലേ ഇളകിളകിളകിളകിളകിളകിളകിളകുനാഗേ ഇളകിളകിളകിളകിളകിളകിള മാടിസീലേ ഇളകിളകിളകിളകിളകിളകിളകുനാഗേ ഇളകിളകിളകിളകിളകിളകിള മാടിസീലേ ഇളകിളകിളകിളകിളകിളകിളകുനാഗേ ഇളകിളകിളകിളകിളകിളകിള മാടിസീലേ ഇളകിളകിളകിളകിളകിളകിളകുനാഗേ ഇളകിളകിളകിളകിളകിളകിള മാടിസീലേ ഇളകിളകിളകിളകിളകിളകിളകുനാഗേ ഇളകിളകിളകിളകിളകിളകിളകിള മാടിസീലേ ഇളകിളകിളകിളകിളകിളകിളകിളകുനാഗേ ഇളകിളകിളകിളകിളകിളകിള മാടിസീലേ